പാകിസ്ഥാന്റെ പ്രകോപനം അതിർത്തിയിൽ തുടരുകയാണ്. പല ഭാഗങ്ങളിലും ജനവാസ മേഖലയിലേക്കടക്കം ഷെല്ലാക്രമണം നടത്തുമ്പോൾ അതിശക്തമായ ഭാഷയിൽ തന്നെയാണ് ഭാരതത്തിന്റെ ധീരസൈനികർ അതിനെ തിരിച്ചടി നൽകുന്നതിന് വിശദാംശങ്ങളുമായി ഗൗതം അനന്തനാരായണൻ ചേരുകയാണ്. ഗൗതം, പാകിസ്ഥാന്റെ പ്രകോപനം പല മേഖലകളിലും ഇപ്പോഴും ആവർത്തിക്കുകയാണോ? വലിയ പ്രതിരോധം തന്നെ, വലിയ പ്രത്യാക്രമണം തന്നെയാണോ ഭാരതം നൽകിക്കൊണ്ടിരിക്കുന്നത്? ഈ ഘട്ടത്തിൽ ഇപ്പോൾ ഈ നേരം പുലർന്നു കഴിയുന്ന ഘട്ടത്തിൽ ഇപ്പോൾ ആക്രമണം നടക്കുന്നെങ്കിലും ഇന്നലെ അർദ്ധരാത്രിയിലാണ് വലിയ പ്രകോപനം പാകിസ്ഥാന്റെ ഭാഗത്ത് നിന്നും അതിന് തിരിച്ചടി എന്ന നിലയിൽ ഭാരതത്തിന്റെ പ്രത്യാക്രമണവും ഒക്കെ നടന്നിരിക്കുന്നത്. ഇന്നലെ രാത്രിയിൽ യഥാർത്ഥത്തിൽ വലിയ യുദ്ധം ഇരു രാജ്യങ്ങൾക്കുമിടയിലും അതൊരു ഔദ്യോഗിക പ്രഖ്യാപനം നടത്തിക്കൊണ്ടുള്ള ഒരു യുദ്ധമല്ലെങ്കിലും വലിയ തോതിലുള്ള സംഘർഷം ഇരു രാജ്യങ്ങൾക്കുമിടയിലും രൂപപ്പെട്ടു. ആദ്യത്തെ ദിവസം രാത്രിയിൽ നമ്മൾ കണ്ടത് ഡ്രോണുകൾ ഉപയോഗിച്ചുള്ള ആക്രമണം പാകിസ്ഥാൻ നടത്തുകയും അതിനെ തിരിച്ച് ഡ്രോണുകളും മറ്റും ഉപയോഗിച്ചുള്ള ഒരു പ്രതിരോധമാണ് നടത്തിയതെങ്കിൽ ഇന്നലെ രാത്രിയിൽ മിസൈലുകൾ ഉൾപ്പെടെ ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു ആക്രമണത്തിലേക്ക് കാര്യങ്ങൾ പോയിരിക്കുകയാണ്. ഭാരതവും എയർ ടു സർഫസ് മിസൈലുകളും മറ്റും ഉപയോഗിച്ചുകൊണ്ടാണ് 4 എയർബേസുകൾ പാകിസ്ഥാനിൽ തകർത്തിരിക്കുന്നത്. അതിൽ അവരുടെ ഏറ്റവും തന്ത്രപ്രധാനമായ റാവൽപിണ്ടി എയർബേസ് ഉൾപ്പെടെ തകർത്തുകൊണ്ടുള്ളൊരു നീക്കം ഭാരതത്തിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുന്നു. തിരിച്ച് ഭാരതത്തിലെ പട്ടാൻകോട്ട് ഉൾപ്പെടെയുള്ള എയർബേസുകൾ ലക്ഷ്യമിട്ട് ആക്രമിച്ചുവെന്ന് പാകിസ്ഥാൻ പറയുന്നതല്ലാതെ അതിന് ഒരു തരത്തിലുമുള്ള ഒരു ആക്രമണ സംഭവങ്ങൾ നമ്മുടെ രാജ്യത്ത് റിപ്പോർട്ട് ചെയ്തിട്ടില്ല. പക്ഷേ രാത്രിയിൽ നിരവധി മിസൈലുകളും അതോടൊപ്പം തന്നെ ഈ ഡ്രോണുകളും പറത്തിക്കൊണ്ട് വലിയ പ്രകോപനം നമ്മുടെ രാജ്യത്തിന് നേരെ പാകിസ്ഥാൻ നടത്തിയിരുന്നു എന്നത് ഒരു വസ്തുതയാണ്. ഇന്ന് രാവിലെ 10 മണിക്ക് കേന്ദ്ര പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗും വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കറും മാധ്യമങ്ങളെ കാണാൻ പോവുകയാണ്. ഇന്ന് രാവിലെ 5:30 ഈ വാർത്താ സമ്മേളനം ആദ്യഘട്ടത്തിൽ തീരുമാനിച്ചത്. അസാധാരണമായ വാർത്താ സമ്മേളനം എന്ന നിലയിൽ തന്നെ നമ്മൾ ഇതിനെ നോക്കിക്കാണണം. പിന്നീട് അതിൻ്റെ സമയം മാറ്റുകയായിരുന്നു. അപ്പോൾ അത്രത്തോളം പ്രാധാന്യമുള്ള ചില കാര്യങ്ങൾ പറയാൻ പോകുന്നു, അല്ലെങ്കിൽ രാജ്യത്തെ ജനങ്ങളെ അറിയിക്കാൻ പോകുന്നു എന്നതിൻ്റെ കൃത്യമായ ഉദാഹരണം നമുക്ക് ആ സമയത്തിൽ തന്നെ നമുക്ക് കാണാൻ സാധിക്കും. വെളുപ്പിനെ സൂര്യോദയത്തിന് മുമ്പ് 5:30 ഒരു വാർത്താ സമ്മേളനം ആദ്യഘട്ടത്തിൽ നിശ്ചയിച്ചു എന്ന് പറയുമ്പോൾ തീർച്ചയായും അതൊരു വലിയ പ്രഖ്യാപനത്തിലേക്ക് രാജ്യം കടക്കുന്നു എന്നത് തന്നെയാണ് സൂചന. മാത്രമല്ല, ഈ വാർത്താ സമ്മേളനം നടത്തുന്നത് പ്രതിരോധ മന്ത്രിയും വിദേശകാര്യമന്ത്രിയും നേരിട്ടെത്തി നടത്തുന്നു എന്ന് പറയുമ്പോൾ എന്തൊക്കെയോ ചില വലിയ കാര്യങ്ങൾ പറയാൻ പോകുക തന്നെയാണ്. ഏതായാലും രാജ്യം വളരെ നിർണായകമായ ഒരു ഘട്ടത്തിലേക്ക് നീങ്ങുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. ഗൗതം പറഞ്ഞ പോലെ തന്നെ രാജ്യം അതിനിർണായകമായ ഒരു ഘട്ടത്തിലേക്ക് നീങ്ങുന്നു. അതുകൊണ്ട് തന്നെയാണ് അസാധാരണമായ വാർത്താ സമ്മേളനം നടക്കുന്നത്. സ്ഥിതിഗതികൾ വിലയിരുത്തി പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിൽ തിരക്കിട്ട ചർച്ചകൾ തന്നെയാണ് ഡൽഹിയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അതായത് പാകിസ്ഥാൻ നൽകുന്ന പ്രകോപനത്തിന് കൃത്യമായ ഭാഷയിൽ കൂടുതൽ കരുത്തോടെ, കൂടുതൽ കണിശതയോടെ മറുപടി നൽകാനുള്ള ഒരു തയ്യാറെടുപ്പ് തന്നെയാണ് ഭാരതം നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന് പറയേണ്ടി വരും. അതിൻ്റെ സൂചനകൾ തന്നെയാണ് നമുക്ക് ലഭ്യമാകുന്നത്, അല്ലേ? KP അത് തന്നെയാണ്. അതായത് വളരെ രൂക്ഷമായ രീതിയിലുള്ള ആക്രമണം നമ്മുടെ ഭാരതത്തിൻ്റെ ഭാഗത്ത് നിന്നും പാകിസ്ഥാന് നേരെ നടന്നിരിക്കുന്നു എന്നത് ഒരു വസ്തുതയാണ്. കാരണം ഇന്നലെ രാത്രിയിൽ ഉടനീളം വ്യാപകമായ പ്രകോപനം പാകിസ്ഥാന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരുന്നു. ഈ ഒരു സാഹചര്യത്തിലാണ് ഇത്ര വലിയൊരു പ്രത്യാക്രമണത്തിന് ഭാരതവും മുതിർന്നിരിക്കുന്നത്. അതായത് ഡ്രോണുകൾക്കപ്പുറത്തേക്ക് മിസൈലുകളും മറ്റും ഉപയോഗിച്ചുള്ള ഒരു ഓപ്പറേഷൻ പാകിസ്ഥാൻ ഇന്നലെ അർദ്ധരാത്രിയോടുകൂടി തന്നെ തുടങ്ങിയിരുന്നു. ഇതുവരെ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി പാകിസ്ഥാൻ ആക്രമണം നടത്തുന്നുണ്ടായിരുന്നുവെങ്കിലും അത് ഔദ്യോഗികമായിട്ട് തന്നെ അംഗീകരിച്ചുകൊണ്ടായിരുന്നില്ല ഈ ആക്രമണം നടത്തിയിരുന്നത്. പക്ഷേ ഇപ്പോഴങ്ങനെയല്ല. ഭാരതം വലിയ ആക്രമണം നടത്തിയതും അതിന് തിരിച്ചടിയാണെന്നും ഔദ്യോഗികമായിട്ട് തന്നെ പാകിസ്ഥാൻ ഒരു പ്രഖ്യാപനം നടത്തിയിരിക്കുകയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും അത് കാര്യങ്ങൾ മാറുകയാണ്. യുദ്ധം പ്രഖ്യാപിച്ച് ഇല്ലെങ്കിൽ പോലും രണ്ട് സൈന്യങ്ങൾ തമ്മിലുള്ള വലിയ ഏറ്റുമുട്ടലിലേക്ക് കാര്യങ്ങൾ എത്തിക്കഴിഞ്ഞിരിക്കുന്നു. അതിനാൽ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം വലിയ ജാഗ്രത ഇനിയും പുലർത്തേണ്ടത് അനിവാര്യമാണ്. ഈ ഒരു പശ്ചാത്തലത്തിലാണ് 32 വിമാനത്താവളങ്ങൾ ഉൾപ്പെടെ ഭാരതത്തിൽ ഇപ്പോൾ അടച്ചിരിക്കുന്നത്. അതിർത്തിയോട് ചേർന്ന് കിടക്കുന്ന ജമ്മു കാശ്മീർ, അതോടൊപ്പം തന്നെ പഞ്ചാബ്, രാജസ്ഥാൻ, ഗുജറാത്ത് തുടങ്ങി പാകിസ്ഥാൻ ബോർഡർ ഷെയർ ചെയ്യുന്ന സംസ്ഥാനങ്ങളിലെ വിമാനത്താവളങ്ങളും ഒപ്പം കേന്ദ്രഭരണ പ്രദേശമായ ചണ്ഡീഗഡിലെ വിമാനത്താവളവുമാണ് ഇപ്പോൾ പൂർണ്ണമായിട്ട് തന്നെ അടച്ചിരിക്കുന്നത്. കേന്ദ്ര വ്യോമയാന മന്ത്രാലയം ഈ 32 അടച്ച വിമാനത്താവളങ്ങളുടെയും പട്ടിക ഇതിനകം തന്നെ പുറത്തിറക്കിയിട്ടുണ്ട്. ഒരുപക്ഷെ ഇന്നത്തെ രാത്രി കൂടി, ഇന്നിനി പകൽ ഒരുപക്ഷെ വലിയ ആക്രമണങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയില്ല. കാരണം പാകിസ്ഥാൻ ഈ ഇരുട്ടിന്റെ മറവിലാണ് പ്രകോപനങ്ങൾ സൃഷ്ടിക്കുന്നത്. മാത്രമല്ല, ആകാശമാർഗം ശത്രു എപ്പോഴും സ്ട്രൈക്ക് ചെയ്യാൻ ശ്രമിക്കുന്നത് രാത്രി കാലഘട്ടങ്ങളിലായിരിക്കും. അതിനാൽ ഇന്നത്തെ രാത്രിയും വളരെയധികം നിർണായകമാണ്. ഇന്ന് പകൽ സമയത്ത് ഒരുപക്ഷെ വലിയ ആക്രമണങ്ങൾ നടക്കണം എന്നതിന് ഉറപ്പൊന്നുമില്ല. എങ്കിൽ പോലും ഇന്നത്തെ പകൽ വലിയ സുപ്രധാനമായ പ്രഖ്യാപനങ്ങൾ ഭാരതത്തിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായേക്കാം. അതിനാൽ ഈ 10 മണിക്ക് നടക്കാൻ പോകുന്ന
നടക്കുന്ന വാർത്താ സമ്മേളനത്തിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ഭാരതം പ്രഖ്യാപിക്കുന്നത്, ഒപ്പം ഇന്നലെ രാത്രിയിൽ നടന്നത് എന്തൊക്കെയാണ് എന്നതിനെപ്പറ്റി കൃത്യമായിട്ടുള്ള ഒരു വിശദീകരണം പ്രതിരോധ മന്ത്രിയുടെയും വിദേശകാര്യമന്ത്രിയുടെയും ഭാഗത്ത് നിന്ന് ഉണ്ടാകും. ഈ ഓപ്പറേഷൻ സിന്ദൂർ ആരംഭിച്ച ആദ്യത്തെ 3 ദിവസത്തിൽ വാർത്താ സമ്മേളനങ്ങൾ നടത്തിയിരുന്നത് സേനയും അതോടൊപ്പം തന്നെ 2 വനിതാ ഉദ്യോഗസ്ഥർ, സൈന്യത്തിൽ നിന്നുള്ള മുതിർന്ന വനിതാ ഉദ്യോഗസ്ഥർ, അതോടൊപ്പം തന്നെ വിദേശകാര്യ സെക്രട്ടറിയും ചേർന്നുകൊണ്ടാണ് ഈ വാർത്താ സമ്മേളനം നടന്നതെങ്കിൽ ഇന്നിപ്പോൾ പ്രതിരോധ മന്ത്രിയും വിദേശകാര്യമന്ത്രിയും ചേർന്നാണ് ഈ വാർത്താ സമ്മേളനം നടത്തുന്നത്. അതിനാൽ രൂക്ഷമായ ഏറ്റുമുട്ടൽ ഇന്നലെ രാത്രിയിൽ നടന്നതിന്റെ കാര്യങ്ങൾ ഉറപ്പായും പറയേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ പാകിസ്ഥാനിൽ കനത്ത ആക്രമണം തന്നെയാണ് ഭാരതം നടത്തിക്കൊണ്ടിരിക്കുന്നതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. പാക് സേനയ്ക്ക്, പാക് നഗരങ്ങൾക്ക് കനത്ത നാശനഷ്ടങ്ങളും സംഭവിച്ചു. പ്രത്യേകിച്ച് മിസൈൽ ലോഞ്ച് പാഡുകൾ തകർത്തു, എയർബേസുകൾ തകർത്തു. അങ്ങനെ കൃത്യമായ കണിശതയോടെയുള്ള പ്രത്യാക്രമണമാണ് ഭാരതം നടത്തിക്കൊണ്ടിരിക്കുന്നത് അല്ലേ? പ്രത്യേകിച്ച് 8ഓളം പാകിസ്ഥാനിലെ നഗരങ്ങൾ മിസൈൽ ആക്രമണത്തിൽ വലിയ രീതിയിലുള്ള നാശനഷ്ടങ്ങൾ നേരിട്ടു എന്നും റിപ്പോർട്ടുകളുണ്ട്. അതായത് പകച്ചു നിൽക്കുന്ന ഭാരതത്തിൻ്റെ ആ ഒരു പ്രത്യാക്രമണത്തിൽ അക്ഷരാർത്ഥത്തിൽ പാകിസ്ഥാൻ പകച്ചു നിൽക്കുകയാണല്ലേ? അത് തന്നെ. അതായത് KP സൂചിപ്പിച്ചതുപോലെ തന്നെ വലിയ തോതിലുള്ള ഒരു ആശങ്ക പാകിസ്ഥാനിലെ ജനങ്ങൾക്കിടയിൽ ഇപ്പോൾ രൂപപ്പെട്ടിരിക്കുകയാണ്. കാരണം അത്രത്തോളം വലിയ രീതിയിലുള്ള ഒരു ആക്രമണം ഭാരതത്തിൻ്റെ ഭാഗത്തു നിന്നൊരു പ്രത്യാക്രമണം ഇപ്പോൾ പാകിസ്ഥാനിലേക്ക് നടന്നിരിക്കുകയാണ്. ഏറ്റവും പ്രധാനം റാവൽപിണ്ടിയിലെയും അതോടൊപ്പം തന്നെ മറ്റ് സ്ഥലങ്ങളിലെയും എയർബേസുകൾ, ഏതാണ്ട് 4 എയർബേസുകൾ പൂർണ്ണമായിട്ട് തന്നെ തകർക്കുവാൻ ഭാരതത്തിന് സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ ഇസ്ലാമാബാദ് ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ വലിയ തോതിലുള്ള ആക്രമണം ഭാരതത്തിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുന്നു. ഇസ്ലാമാബാദ് പാകിസ്ഥാന്റെ തലസ്ഥാന നഗരിയാണ്. ഒപ്പം കറാച്ചിയിൽ സ്ഫോടന ശബ്ദങ്ങൾ കേട്ടു എന്നത് സംബന്ധിച്ചുള്ള വാർത്തകൾ കൂടി വരുന്നുണ്ട്. ഈ വാർത്ത ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തത് പാകിസ്ഥാനിലെ ഏറ്റവും പ്രധാനപ്പെട്ട പത്രമായിട്ടുള്ള ഡോൺ ആണ്. നമുക്കറിയാം, ഡോൺ പത്രം പാകിസ്ഥാനിലെ ഏറ്റവും ജനങ്ങൾ വായിക്കുന്നതും അല്ലെങ്കിൽ അവരുടെ ഏറ്റവും മുഖ്യധാര മാധ്യമങ്ങൾ എടുത്തു കഴിഞ്ഞാൽ അതിൽ ഏറ്റവും കൂടുതൽ ഫോളോവേഴ്സ് ഉള്ളതോ വായിക്കുന്നതോ പത്രമാണ്. ഈ ഡോൺ പത്രം തന്നെ ഇപ്പോൾ സ്ഥിരീകരിക്കുന്നത് ഇന്നലെ രാത്രിയിൽ കറാച്ചിയിൽ വലിയ സ്ഫോടന ശബ്ദങ്ങൾ ഉണ്ടായി. ജനങ്ങൾ ആകെ പാനിക്കായിരുന്നു. സ്ഫോടന ശബ്ദങ്ങൾ തുടർച്ചയായി കറാച്ചിയിൽ ഉണ്ടായി എന്നതാണ്. അങ്ങനെയെങ്കിൽ ഭാരതം കറാച്ചിയും ആക്രമിച്ചോ എന്നത് സംബന്ധിച്ചുള്ള ചോദ്യങ്ങളുണ്ട്. കാരണം കറാച്ചി ഇവരുടെ ഒരു വാണിജ്യ തലസ്ഥാനമാണ് പാകിസ്ഥാൻ്റെത്. നമ്മൾ മുംബൈക്ക് കൊടുക്കുന്ന അതേ പ്രാധാന്യം പാകിസ്ഥാൻ നൽകുന്ന സ്ഥലമാണ് കറാച്ചി. അവരുടെ ഷിപ്പിംഗ് പോർട്ടാണ്. പാകിസ്ഥാൻ നാവികസേനയുടെ ആസ്ഥാനമാണ്. അപ്പോൾ ഈ സിന്ധ് പ്രവിശ്യയുടെ തലസ്ഥാനമായ കറാച്ചിയിലേക്ക് കൂടി ഭാരതത്തിന്റെ പ്രത്യാക്രമണം നടന്നിട്ടുണ്ടോ എന്നത് സംബന്ധിച്ചുള്ള ഒരു ചോദ്യമുണ്ട്. കാരണം പാകിസ്ഥാൻ പത്രം തന്നെയാണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ബാക്കി സ്ഥലങ്ങളിൽ ഇസ്ലാമാബാദ്, അതോടൊപ്പം തന്നെ റാവൽപിണ്ടി തുടങ്ങിയ സ്ഥലങ്ങളിലും ഭാരതത്തിന്റെ പ്രത്യാക്രമണം ഇന്നലെ നടന്നു കഴിഞ്ഞിരിക്കുന്നു എന്നത് പാകിസ്ഥാൻ തന്നെ ഔദ്യോഗികമായി സമ്മതിച്ചു കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ സ്വാഭാവികമായും കനത്ത തിരിച്ചടി ഇന്നലത്തെ ദിവസവും പാകിസ്ഥാൻ ഏറ്റുവാങ്ങിയിട്ടുള്ളത് അവർ തന്നെ അംഗീകരിച്ചിരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയാണ്. അതേസമയം ഈ നൌഷേരയും പൂഞ്ചും രജോരിയും ഉൾപ്പെടെയുള്ള സെക്ടറുകളിൽ ഇപ്പോൾ രൂക്ഷമായ വെടിവെപ്പ് ഈ ഇരുഭാഗത്ത് നിന്നും ഉണ്ടാകുന്നു എന്നതാണ്. പാകിസ്ഥാനാണ് ഈ പ്രകോപനം ആദ്യഘട്ടത്തിൽ തുടങ്ങിയത്. പൂഞ്ചിൽ മാത്രം ഭാരതത്തിന് 18ഓളം പൗരന്മാരെ നഷ്ടപ്പെട്ടിരുന്നു. ഒപ്പം നൌഷേര, അതോടൊപ്പം തന്നെ രജൌരി ഉൾപ്പെടെയുള്ള സെക്ടറുകളിലും തുടർച്ചയായി പാകിസ്ഥാൻ ഇന്നലെയും അർദ്ധരാത്രിയിലും ഇന്ന് പുലർച്ചെയുമെല്ലാം വലിയ വെടിവെപ്പ് നടത്തിയിരിക്കുന്നു. രൂക്ഷമായ ഷെല്ലാക്രമണം ജനവാസ കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ട് നടക്കുകയാണ്. തിരിച്ചും ഭാരതത്തിന്റെ ഭാഗത്തു നിന്നും ശക്തമായ പ്രത്യാക്രമണം ഉണ്ടാകുന്നുണ്ട്. കനത്ത പ്രഹരം ശത്രുവിനെ ഏൽപ്പിച്ചുകൊണ്ടുള്ള തിരിച്ചടി ഭാരത സൈന്യവും അതിർത്തിയിൽ നടത്തുന്നു എന്ന് തന്നെയാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. KP, അപ്പം ശ്രീനഗറിൽ പാകിസ്ഥാന്റെ പോർവിമാനം ഭാരതസേന വെടിവെച്ചിട്ടു എന്നുള്ള വിശദാംശങ്ങൾ വരുന്നുണ്ട്. ഒപ്പം രാജ്യ തലസ്ഥാനമായ ഡൽഹി ലക്ഷ്യമിട്ടെത്തിയ മിസൈൽ ഹരിയാനയിലെ സിർസയിൽ ഭാരതത്തിന്റെ സൈന്യം നിർവീര്യമാക്കി തകർത്തു എന്നുള്ള വിവരങ്ങളുമുണ്ടല്ലോ. അതായത് പല രീതിയിലും പല കോണുകളിൽ നിന്നും പല ഭാഗങ്ങളിൽ നിന്നും പല രീതിയിൽ പാകിസ്ഥാൻ പ്രകോപനം തുടരുകയാണല്ലേ? KP, രാജ്യ തലസ്ഥാനമായ ഡൽഹി ലക്ഷ്യമിട്ട് ഉൾപ്പെടെ പാകിസ്ഥാന്റെ മിസൈൽ എത്തി എന്നൊരു വാർത്തയുണ്ട്. അത് പൂർണ്ണമായി നമുക്ക് ഇപ്പോൾ സ്ഥിരീകരിക്കാൻ സാധിക്കുന്നില്ല. പക്ഷേ ലഭ്യമാകുന്ന വിവരം രാജ്യ തലസ്ഥാനത്ത് പ്രശ്നങ്ങൾ സൃഷ്ടിക്കാൻ പാകിസ്ഥാൻ ശ്രമിച്ചു എന്നതാണ്. പാകിസ്ഥാന്റെ തലസ്ഥാനമായ ഇസ്ലാമാബാദിൽ സ്ഫോടന പരമ്പരകൾ ഉൾപ്പെടെ നടന്നതായി റിപ്പോർട്ടുകൾ വന്നിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായും അതിന് തിരിച്ചടി എന്ന നിലയിലാകാം ഒരുപക്ഷേ ഡൽഹിയിലേക്ക് ഒരു പ്രത്യാക്രമണം നടത്തിക്കൊണ്ട് ഒരു നീക്കം നടത്താൻ ഇവരുടെ പാകിസ്ഥാന്റെ ഭാഗത്ത് നിന്നും
അത്തരമൊരു നീക്കമുണ്ടായത്. എന്നാൽ ഇതിനെല്ലാം ശക്തമായ രീതിയിൽ പ്രതിരോധിക്കാൻ ഭാരതത്തിന് സാധിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. ഒരു തരത്തിലും ഒരു നാശനഷ്ടം റിപ്പോർട്ട് ചെയ്യാത്ത രീതിയിൽ കൃത്യമായി ഇതിനെല്ലാം പ്രതിരോധിച്ചുകൊണ്ടുള്ളൊരു നീക്കം ഭാരതത്തിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായി. സിർസയിൽ വെച്ച് ഈ ഒരു മിസൈല് പൂർണ്ണമായി തന്നെ നമ്മുടെ വ്യോമ പ്രതിരോധ സംവിധാനം തകർത്തിരിക്കുന്നു. അത് കാരണം ലക്ഷ്യം ഭേദിക്കാൻ പാകിസ്ഥാൻ തൊടുത്തുവിട്ട മിസൈലുകൾക്ക് സാധിച്ചിട്ടില്ല. ബാലിസ്റ്റിക് മിസൈലുകൾ ഇന്നലെ രാത്രിയോടുകൂടിയാണ് പാകിസ്ഥാൻ ഉപയോഗിച്ച് തുടങ്ങിയത്. നേരത്തെ ഡ്രോണുകളും അതോടൊപ്പം തന്നെ മറ്റ് കട്ട് മിസൈലുകളും ഉപയോഗിച്ചുകൊണ്ടുള്ള ആക്രമണമാണ് ആദ്യ ദിവസങ്ങളിലെങ്കിൽ ഇന്നലെ രാത്രിയോടുകൂടി ബാലിസ്റ്റിക് മിസൈലുകൾ ഉപയോഗിച്ചു. ഭാരതവും സമാനമായ രീതിയിലുള്ള നമ്മുടെ ആകാശ് ഉൾപ്പെടെയുള്ള ബാലിസ്റ്റിക് മിസൈലുകൾ കൃത്യമായി തന്നെ ഉപയോഗിക്കുന്നുണ്ടായിരുന്നു. ഈ മിസൈലുകൾ തൊടുത്തുവിട്ടുകൊണ്ടാണ് ഇന്നലെ പാകിസ്ഥാന്റെ ആക്രമണങ്ങളെ പ്രതിരോധിച്ചത്. ശേഷം പിന്നീട് റാവൽപിണ്ടി ഉൾപ്പെടെയുള്ള എയർബേസിൽ ഭാരതം തിരിച്ചടിച്ചതും ഇതേ രീതിയിൽ മിസൈലുകൾ തൊടുത്തുവിട്ട് തന്നെ ഉള്ള തിരിച്ചടിയാണ് ഭാരതത്തിന്റെ ഭാഗത്ത് നിന്നും ഉണ്ടായത്. ഏതായാലും ശക്തമായ ഒരു ഏറ്റുമുട്ടൽ ഇരു രാജ്യങ്ങൾക്കുമിടയിൽ രൂപപ്പെട്ടിരിക്കുന്നു. പഹൽഗാം ഭീകരാക്രമണം എന്ന ഒറ്റ വിഷയമാണ് ഇന്ന് കാണുന്ന രീതിയിലേക്ക്, ഇന്ന് കാണുന്ന സംഘർഷത്തിലേക്ക് കാര്യങ്ങളെ എത്തിച്ചിരിക്കുന്നത്. പഹൽഗാമിൽ 26 നിരപരാധികളായ ഭാരതത്തിന്റെ പൗരന്മാരെ മതം ചോദിച്ച് കലിമ ചൊല്ലാൻ അറിയാമോ എന്ന് ചോദിച്ചുകൊണ്ട് ഇസ്ലാമിക ഭീകരവാദികൾ നടത്തിയ ആക്രമണം അത് സ്വാഭാവികമായും ഭാരതത്തെ വലിയ തോതിൽ ഞെട്ടിച്ചിരുന്നു. മാത്രമല്ല രാജ്യത്ത് വലിയൊരു വികാരം ഭീകരതയ്ക്കും പാകിസ്ഥാനുമെതിരെ രൂപപ്പെടാൻ പഹൽഗാമിലെ ഭീകരാക്രമണം കാരണമായി. ഉചിതമായ മറുപടി നൽകുമെന്ന് അന്ന് തന്നെ ഭാരതത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രഖ്യാപിച്ചു. പഹൽഗാമിൽ 22-ാം തീയതിയാണ് ഭീകരാക്രമണം ഉച്ചതിരിഞ്ഞ് ഉണ്ടായതെങ്കിൽ 23-ാം തീയതി അന്ന് പഞ്ചായത്ത് രാജ് ദിനത്തിൽ ബീഹാറിൽ സംസാരിക്കുന്ന ഘട്ടത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞത് ശത്രു ചിന്തിക്കുന്നതിനേക്കാട്ടിൽ വലിയ മറുപടി നൽകും എന്നതായിരുന്നു. മാത്രമല്ല ഭീകര കേന്ദ്രങ്ങൾ മണ്ണോടടിയേണ്ട സമയമായി എന്ന 2 സുപ്രധാനമായ പ്രഖ്യാപനങ്ങൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. അദ്ദേഹം സാധാരണയായി ഭാരതത്തിന്റെ ഭാഷയായ ഹിന്ദിയിലാണ് സംസാരിക്കുന്നതെങ്കിൽ അന്ന് പഞ്ചായത്ത് രാജ് സമ്മേളനത്തിൽ സംസാരിക്കുന്ന ഘട്ടത്തിൽ അദ്ദേഹം ഈ ശത്രുവിനുള്ള മുന്നറിയിപ്പ് ഇംഗ്ലീഷ് ഭാഷയിൽ കൊടുത്തു എന്നതാണ്. അതായത് ശത്രുക്കൾക്കും ഇത് മനസ്സിലാകണം എന്നുള്ളത് കൊണ്ടാണ് അദ്ദേഹം തൻ്റെ ഭാഷയായ ഹിന്ദിയിൽ നിന്ന് മാറ്റി ഈ കാര്യം ഇംഗ്ലീഷിൽ തന്നെ അദ്ദേഹം പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ കൃത്യമായ മുന്നറിയിപ്പാണ് ഭാരതത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നൽകിയത്. അതിനുശേഷമാണ് പിന്നീട് അദ്ദേഹം കേന്ദ്ര മന്ത്രിസഭയുടെ മന്ത്രിസഭാ സുരക്ഷാ സമിതി യോഗം ചേർന്നതിന് ശേഷം സൈന്യത്തിന് പൂർണ്ണമായ സ്വാതന്ത്ര്യം നൽകുകയായിരുന്നു. എവിടെയാണ് ഹിറ്റ് ചെയ്യേണ്ടത്, ഏത് സമയത്ത് പ്രഹരം നൽകണം, എപ്പോൾ നൽകണം, അതിൻ്റെ സ്വഭാവം എങ്ങനെയാകണം, ഇക്കാര്യങ്ങളെല്ലാം തിരഞ്ഞെടുക്കുവാനുള്ള പൂർണ്ണമായ സ്വാതന്ത്ര്യവും തിരിച്ചടിക്കാനുള്ള നിർദ്ദേശവും ഭാരതത്തിന്റെ സർക്കാർ ആ നിർണായകമായ യോഗത്തിലാണ് 3 സേനകൾക്കും നൽകിയത്. 3 സേനകളുടെയും തലവന്മാർ ആ യോഗത്തിൽ പങ്കെടുത്തിരുന്നു. ആ യോഗത്തിന് ശേഷം രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിന്റെ സർസംഘചാലക് ഡോക്ടർ മോഹൻ ഭാഗവതുമായും പ്രധാനമന്ത്രി കൂടിക്കാഴ്ച നടത്തി. അതിനുശേഷമാണ് സൈന്യം ഓപ്പറേഷൻ സിന്ദൂർ എന്ന നിർണായകമായ ഓപ്പറേഷന് തുടക്കം കുറിച്ചത്. 3 സേനകൾ സംയുക്തമായി നടത്തുന്ന ഒരു ഓപ്പറേഷൻ എന്നതുകൂടി ഈ ഓപ്പറേഷൻ സിന്ദൂരിന്റെ ഏറ്റവും വലിയ സവിശേഷതകളൊന്നായി പ്രതിരോധ വിദഗ്ധർ ഉൾപ്പെടെ ചൂണ്ടിക്കാണിക്കുന്നു. നേരത്തെ 1999 കാർഗിൽ ഉൾപ്പെടെയുള്ള യുദ്ധം നടക്കുന്ന ഘട്ടത്തിൽ കരസേനയാണ് അതിന് നേതൃത്വം നൽകിയത്. വ്യോമസേനയും നാവികസേനയും കരസേനയ്ക്ക് വേണ്ട പൂർണ്ണമായ പിന്തുണകൾ നൽകിയിരുന്നു. പ്രത്യേകിച്ച് വ്യോമസേന അന്ന് യുദ്ധമുഖത്ത് ഉണ്ടായിരുന്നുവെങ്കിലും അതിൻ്റെ മൂവ്മെന്റുകൾ നടത്തിയിരുന്നത് മുഴുവൻ കരസേനയായിരുന്നു. അതിന് സപ്പോർട്ട് ചെയ്യുകയാണ് വ്യോമസേനയും നാവികസേനയും കാർഗിലിൽ ചെയ്തത്. എന്നാൽ ഓപ്പറേഷൻ സിന്ദൂരിലേക്ക് എത്തുമ്പോൾ 3 സേനകൾ സംയുക്തമായി ഈ ഓപ്പറേഷന് നേതൃത്വം നൽകുകയാണ്. വ്യോമസേന ഇതിൽ കൃത്യമായി ആകാശമാർഗം തിരിച്ചടികൾ നൽകുന്നു. ആകാശമാർഗം ശത്രു നടത്തുന്ന പ്രത്യാക്രമണത്തിന് കനത്ത പ്രഹരം ഏൽപ്പിക്കാൻ വ്യോമസേനയ്ക്ക് സാധിക്കുന്നുണ്ട്. മാത്രമല്ല ഇപ്പോൾ പാകിസ്ഥാന്റെ എയർബേസുകളിൽ ഉൾപ്പെടെ നടത്തിയിരിക്കുന്ന ഈ സ്ട്രൈക്കിന് നേതൃത്വം കൊടുത്തിരിക്കുന്നത് വ്യോമസേന തന്നെയാണ്. കരസേന കരമാർഗം ശത്രു നടത്തുന്ന പ്രകോപനങ്ങൾക്ക് മറുപടി നൽകുകയാണ്. പൂഞ്ചിലും രജൂരിയിലുമൊക്കെ അതിർത്തി മേഖലകളിൽ പാകിസ്ഥാൻ നടത്തിക്കൊണ്ടിരിക്കുന്ന തുടർച്ചയായ ഷെല്ലാക്രമണങ്ങൾക്ക് അതേ നാണയത്തിൽ കനത്ത പ്രഹരം നൽകാൻ കരസേന സജ്ജമായി തന്നെ പോർമുഖത്ത് ഉണ്ട്. അതിർത്തിയിലെ യൂണിറ്റുകളെല്ലാം പൂർണ്ണ സജ്ജമായി തന്നെ എന്ത് തരത്തിലുള്ള പ്രകോപനത്തിനെയും തിരിച്ചടി നൽകുവാൻ വേണ്ടി സജ്ജമായി നിൽക്കുന്നു. നാവികസേന നടത്തുന്ന നീക്കങ്ങൾ കൂടി ഈ ഘട്ടത്തിൽ നമ്മൾ എടുത്തു പറയേണ്ടതുണ്ട്. നാവികസേന കടൽ മാർഗം ഒരു പ്രകോപനം ഉണ്ടായിക്കഴിഞ്ഞാൽ അതിന് തിരിച്ചടിക്കാൻ വേണ്ടി സജ്ജമാണ്. ഭാരതത്തിന്റെ 2 യുദ്ധവാഹിനി വിമാനവാഹിനി കപ്പലുകളായ INS വിക്രാന്തും INS വിക്രമാദിത്യയും തയ്യാറായി തന്നെ നിൽക്കുകയാണ്. INS വിക്രാന്ത് ഇതിനകം തന്നെ അറബിക്കടലിൽ ഉൾക്കടലിലേക്ക് നീങ്ങി ഒരു സ്ട്രൈക്ക് കറാച്ചിയിലേക്ക് ഏത് നിമിഷവും നടത്താൻ സജ്ജമായി തന്നെ നിൽപ്പുണ്ട്. അങ്ങനെ 3 സേനകൾ സംയുക്തമായി തന്നെ ഈ ഓപ്പറേഷൻ സിന്ദൂരിന്റെ ഭാഗമാകുന്നു എന്നതും ഈ ഒരു ഓപ്പറേഷൻ സിന്ദൂരിന്റെ ഏറ്റവും വലിയ സവിശേഷതയാണ്. KP
യെസ്, ഇരുട്ടിനെ മറയാക്കി ഭീരുക്കളുടെ പ്രകോപനങ്ങൾക്കിടെ കനത്ത തിരിച്ചടിയാണ് ഭാരതം നൽകിക്കൊണ്ടിരിക്കുന്നത്. തുടർച്ചയായ രണ്ടാം ദിനവും പാകിസ്ഥാൻ 26 ഇടങ്ങളിലാണ് ഡ്രോൺ ആക്രമണം നടത്തിയത്. അതിനൊക്കെ ഭാരതത്തിന്റെ ധീര സൈനികർ നിർവീര്യമാക്കി കഴിഞ്ഞു. അതിശക്തമായ പ്രത്യാക്രമണം തന്നെയാണ് പാകിസ്ഥാനിലെ വൻ നഗരങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് ഭാരതം നൽകിക്കൊണ്ടിരിക്കുന്നതും. അതേസമയം തന്നെ അതീവ നിർണായകമായ കൂടിക്കാഴ്ചകൾ തന്നെയാണ് ഡൽഹിയിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ഗൗതമാണ് വിശദാംശങ്ങൾ നൽകിയത്.